നമസ്കാരം, വാർത്താമഴയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയും MLA-മാരെയും രംഗത്തിറക്കാൻ CPIM. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനും പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്കും വടകരയിൽ KK ശൈലജയും സ്ഥാനാർത്ഥികളാകും. പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനായ KS ഹംസയും മലപ്പുറത്ത് V. വസീഫും മത്സരിക്കും. എറണാകുളത്ത് KSTA നേതാവ് KJ ഷൈനും ചാലക്കുടിയിൽ C. രവീന്ദ്രനാഥും ജനവിധി തേടും. കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടെ ഈ മാസം 27-നാണ് ഔദ്യോഗിക പ്രഖ്യാപനം. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ഇന്നു ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ച ചെയ്താണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് CPIM എത്തിയത്. ആറ്റിങ്ങലിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ് മത്സരിക്കും. കൊല്ലത്ത് M. മുകേഷ് MLA മത്സരിപ്പിക്കാനാണ് തീരുമാനം. പത്തനംതിട്ടയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. ആലപ്പുഴയിൽ AM ആരിഫിന് തന്നെയാണ് ഇക്കുറിയും അവസരം. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് തന്നെ മത്സരിക്കും. എറണാകുളത്താണ് അപ്രതീക്ഷിത നീക്കം. പല പേരുകൾ ഉയർന്നെങ്കിലും KSTA ഭാരവാഹി KJ ഷൈൻ മത്സരിച്ചാൽ മതിയെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തു. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് കളത്തിലിറങ്ങും. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നറിയിച്ചെങ്കിലും ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനെ തന്നെയാണ് സംസ്ഥാന നേതൃത്വം ഉറപ്പിച്ചത്. പാലക്കാട് PB അംഗം A. വിജയരാഘവനും കോഴിക്കോട് കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീമും മത്സരത്തിനിറങ്ങും. പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനായി മുൻ മുസ്ലിം ലീഗ് നേതാവ് KS ഹംസ മത്സരിക്കും. യുവജന പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മലപ്പുറത്ത് V. വസീഫിനെ തീരുമാനിച്ചു. വടകരയിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മത്സരിക്കും. കണ്ണൂരിൽ ജില്ലാ സെക്രട്ടറി MV ജയരാജനും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. പട്ടികയിൽ 3 ജില്ലാ സെക്രട്ടറിമാരും 1 മന്ത്രിയടക്കം 4 MLA-മാരും 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും അംഗീകാരത്തിന് പിന്നാലെ ഈ വരുന്ന 27-ന് സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിക്കും. 24 തിരുവനന്തപുരം. UDF-ലെ കീറാമുട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പിന്നോട്ടില്ല. പാണക്കാട് ഇന്ന് ചേർന്ന അടിയന്തര നേതൃയോഗത്തിലാണ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനമായത്. UDF യോഗത്തിന് ശേഷമേ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിന് അധിക സീറ്റ് നൽകില്ല, പകരം രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന വാർത്ത അണികൾക്കിടയിൽ അമർഷത്തിനിടയാക്കി. ഇതോടെയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വസതിയിൽ അടിയന്തര നേതൃയോഗം ചേർന്നത്. 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനും വിട്ടുവീഴ്ച വേണ്ടെന്നും തീരുമാനിച്ചു. എന്നാൽ സീറ്റിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDF യോഗത്തിന് ശേഷം വിഷയത്തിൽ വ്യക്തതയാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവുമില്ല. അത് ഇനിയിപ്പോ UDF യോഗം ജാഥന്റെ അടിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. സമരാഗ്നിയുടെ സമാപനത്തിന് തൊട്ടു പിന്നാലെ സീറ്റ് വിഭജനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ജാഥയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ K. സുധാകരൻ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ തമ്മിൽ അനൌദ്യോഗിക ചർച്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സീറ്റ് നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചു. പകരം രാജ്യസഭാ സീറ്റിൽ ചർച്ചയാകാമെന്നാണ് നിലപാട്. അടുത്ത ദിവസം തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ ഓൺലൈനായി ഔദ്യോഗിക ചർച്ച നടത്തും. ലീഗിന്റെ ആവശ്യം ന്യായമാണെന്ന നിലപാട് K. മുരളീധരൻ MP ആവർത്തിച്ചു. അതിനുള്ള യോഗ്യത CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5 6 ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് 4 കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് 5 6 സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന്. അതാണ് അദ്ദേഹം തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. LDF സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തർക്കങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനാണ് UDF നേതാക്കളുടെ ശ്രമം. 24 തിരുവനന്തപുരം. പോസ്റ്ററിലും പാട്ടിലും പെട്ടു. NDAയുടെ കേരള പദയാത്ര പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ പ്രചാരണ ഗാനത്തിലും പുലിവാല് പിടിച്ച് BJP. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ SC/ST നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുമെന്ന പോസ്റ്ററിലെ പ്രയോഗത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന അഭിമാനമാണെന്ന് K. സുരേന്ദ്രൻ പ്രതികരിച്ചു. പ്രചാരണ ഗാനത്തിൽ കേന്ദ്ര സർക്കാർ വിരുദ്ധ വരികൾ കടന്നുകൂടിയതാണ് BJPക്ക് നാണക്കേടായത്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ നോട്ടീസിൽ കാര്യപരിപാടികൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് ഉച്ചഭക്ഷണം SC/ST നേതാക്കളും ഒന്നിച്ച് എന്ന പരാമർശം. ജാതീയമായ മുൻവിധിയാണ് പ്രകടമാകുന്നത് എന്ന് വിമർശകർ. പോസ്റ്ററിനെതിരെ K. മുരളീധരൻ MP, പട്ടികജാതി പട്ടികവർഗ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജൻ പുലിക്കോട്, സാമൂഹ്യ പ്രവർത്തക ധന്യാരാമൻ തുടങ്ങിയവർ രംഗത്തു വന്നിരുന്നു. ജാതിയുടെ മതത്തിന്റെ പേരിൽ
ഇങ്ങനെ ചില പബ്ലിസിറ്റി നടത്തുന്നത് ശരിയല്ല. അത് അവരോട് കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഭാഷാ പ്രയോഗത്തിലൂടെ തന്നെ സുരേന്ദ്രൻ അട്രോസിറ്റി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അയിത്തം കാണിച്ചിരിക്കുകയാണ്. അപ്പം അയാൾക്കെതിരെ കൃത്യമായിട്ട് അട്രോസിറ്റി നിയമപ്രകാരം കേസ് എടുക്കുകയാണ് വേണ്ടത്. മറുപടിയുമായി കെ സുരേന്ദ്രൻ. പട്ടികജാതി പട്ടികവർഗ സംഘടനാ നേതാക്കളോടൊപ്പമാണ് ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. പിണറായി വിജയനെ പോലെ ഇവിടുത്തെ പാറമട മുതലാളിമാരിൽ നിന്നും മദ്യമാഫിയകളിൽ നിന്നും മാസപ്പടിക്കാരുടെയും കൂടെ അല്ല ഞാൻ ഈ പരിപാടിയിലുടനീളം പ്രാതലും ഉച്ചഭക്ഷണവും അത്താഴവും കഴിക്കുന്നത്. പിന്നാലെയാണ് BJP കേരളം എന്ന യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട പ്രചാരണ ഗാനം ചർച്ചയായത്. അഴിമതിക്ക് പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്കു കൂട്ടരെ എന്ന വരികൾ തിരിച്ചടിയായി. അഴിമതിക്കു പേരുകേട്ട കേന്ദ്രഭരണ തന്ത്രം ഇന്ന് തച്ചുടക്കാൻ അണിനിരക്ക കൂട്ടരെ. പോസ്റ്റർ വിവാദവും പ്രചാരണ ഗാനവും സമൂഹമാധ്യമങ്ങളിലടക്കം ചർച്ചയായി. 24 കോഴിക്കോട്. അതിനിടെ BJPയിലെ പോസ്റ്റർ ഗാന വിവാദങ്ങളിൽ വിശദീകരണം തേടി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന IT സെൽ കൺവീനർ S ജയശങ്കറിനോടാണ് വിശദീകരണം തേടിയത്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വ്യക്തമായ വിശദീകരണം രേഖാമൂലം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2012 V മുരളീധരൻ കേരള യാത്ര നടത്തിയപ്പോഴുള്ള ഗാനം കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ ലൈവിൽ മിക്സ് ചെയ്തത് IT സെല്ലിന്റെ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ. വിവാദമായ പോസ്റ്റർ തയ്യാറാക്കിയതും BJPയുടെ IT സെല്ലാണ്. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താ മഴ കടക്കുന്നു. അതിർത്തിയിൽ കർഷക മുന്നേറ്റം. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ കർഷകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിക്കിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ടു. 21 വയസ്സുള്ള കർഷകനാണ് മരിച്ചത്. കണ്ണീർവാതക ഷെല്ല് തലയിൽ വീണാണ് യുവാവ് മരിച്ചതെന്ന് കർഷകർ ആരോപിച്ചു. സ്ഥലത്ത് പോലീസും സമരക്കാരും ഏറെ നേരം ഏറ്റുമുട്ടി. മുളകുപൊടിയും കല്ലും ഉപയോഗിച്ച് പ്രതിഷേധക്കാർ ആക്രമിച്ചതായി ഹരിയാന പോലീസ് ആരോപിച്ചു. സംഘർഷത്തിൽ 12 പോലീസുകാർക്ക് പരിക്കേറ്റു. ഡൽഹി ചലോ മാർച്ച് തൽക്കാലം നിർത്തിവെക്കുന്നതായി കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു. വെള്ളിയാഴ്ച യാത്ര പുനരാരംഭിക്കുമെന്നാണ് നേതാക്കൾ ഇപ്പോൾ വിശദീകരിക്കുന്നത്. കർഷകരെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചതിനു പിന്നാലെ വലിയ സംഘർഷ ഭൂമിയായിരുന്നു ശംഭു അതിർത്തിയും കനൌരി അതിർത്തിയും. കനൌരി അതിർത്തിയിൽ പോലീസിന്റെ കണ്ണീർവാതക ഷെല്ല് അത് തലയിൽ കൊണ്ട് ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടു. 21 വയസ്സുകാരനായ ബത്തിണ്ട സ്വദേശി ശുഭ് കരൻ എന്ന കർഷകനാണ് പോലീസിന്റെ കണ്ണീർവാതക ഷെല്ലിനെ തുടർന്ന് കൊല്ലപ്പെട്ടതെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധം കർഷക സംഘടനകൾ കനൌരിയിലെ ഈ പോലീസ് നടപടിയിൽ ഉയർത്തുന്നു. മാത്രമല്ല മണിക്കൂറുകളോളമാണ് പോലീസും കർഷകരും കനൌരിയിലും ശംഭുവിലും ഏറ്റുമുട്ടിയത്. എന്തായാലും കർഷകരുടെ ആക്രമണത്തിൽ 12 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഹരിയാന പോലീസും ആരോപിക്കുന്നത്. മുളക് പൊടി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കല്ലുകളും വടികളും ഉപയോഗിച്ചായിരുന്നു കർഷകരുടെ ആക്രമണം എന്നൊരു ആരോപണം പോലീസും ഉന്നയിക്കുന്നു. കർഷകരോട് സംയമനം പാലിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ശംഭു അതിർത്തിയിൽ നിലവിൽ സമാധാനപരമാണ് അന്തരീക്ഷം. രാവിലെ 11 മണിക്ക് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാൻ ശ്രമിച്ചത് വലിയ സംഘർഷങ്ങൾക്കാണ് ഇടയാക്കിയത്. ഡ്രോൺ വഴി പോലീസ് വ്യാപകമായി തന്നെ കർഷകർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. ആദ്യഘട്ടത്തിൽ കർഷകർ പിൻവാങ്ങിയെങ്കിലും പിന്നീട് കൂട്ടത്തോടെ ഈ അതിർത്തിക്ക് സമീപം തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം വലിയ ട്രാക്ടറുകളും JCBയും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ടായിരുന്നു കർഷകർ ഇവിടെ നിലയുറപ്പിച്ചത്. വൈകിട്ടോടുകൂടി ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ കർഷകർ പിന്നീട് പിൻവാങ്ങി. അതിനുശേഷം ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയ ഒരു കാര്യം 2 ദിവസം കൂടി ശംഭു അതിർത്തിയിലും കനൌരിയിലും തുടരാൻ തന്നെയാണ് നിർദ്ദേശം. അതിനുശേഷം കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഹരിയാന അതിർത്തിയിൽ ഇപ്പോഴും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസും ഇത്തരത്തിൽ JCB എല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വലിയ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, അതിനപ്പുറം അർദ്ധസൈനിക വിഭാഗം, അതിനപ്പുറം മുള്ളുവേലി സ്ഥാപിച്ചും JCB നിലയുറപ്പിച്ചും അതോടൊപ്പം കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമാണ് പോലീസിന്റെ പ്രതിരോധം. എന്തായാലും ഈ പ്രതിരോധങ്ങളെല്ലാം മറികടന്ന് തങ്ങൾ ഡൽഹിയിലേക്ക് പോകും എന്നൊരു പ്രഖ്യാപനം തന്നെ കർഷകർ നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സംഘർഷം തന്നെയാണ് ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും ഇന്ന് കണ്ടത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകളിൽ ധാരണയായി. 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതികരിച്ചു. സംസ്ഥാനത്ത് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ പര്യടനത്തിൽ അഖിലേഷ് യാദവ് പങ്കെടുക്കും. ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ പ്രതിസന്ധി നേരിട്ട മറ്റൊരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. സമാജ്വാദി പാർട്ടി ആദ്യം മുന്നോട്ട് വെച്ച ഫോർമുല കോൺഗ്രസ് അംഗീകരിച്ചിരുന്നില്ല. ഒടുവിൽ 17 സീറ്റുകൾ വരെ നൽകാമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി കോൺഗ്രസിനെ അറിയിച്ചത്. ചർച്ചകൾ പൂർത്തിയാകാതെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കില്ലെന്ന സൂചനയും SP മേധാവി അഖിലേഷ് യാദവ് നൽകി. സീറ്റ് വിഭജന ചർച്ചകൾ ഫലം കണ്ടതോടെയാണ് കോൺഗ്രസുമായുള്ള സഖ്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത്. ഉത്തർപ്രദേശിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. രാഹുൽ ഗാന്ധിയുമായി തർക്കങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ അഖിലേഷ് യാദവ് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കും. ഈ മാസം 24-ന് പ്രിയങ്ക ഗാന്ധി യാത്രയുടെ ഭാഗമാകുന്ന ഘട്ടത്തിൽ അഖിലേഷും പങ്കെടുക്കുമെന്നാണ് വിവരം. 24 ഡൽഹി. കോൺഗ്രസിൽ നിന്ന് 65 കോടി രൂപ ഈടാക്കി ആദായ നികുതി വകുപ്പ്. നേരത്തെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലെ തുകയിൽ നിന്നാണ് ആദായ നികുതി വകുപ്പ് 65 കോടി രൂപ ഈടാക്കിയത്. പിഴത്തുകയായ 115 കോടി രൂപയുടെ ഒരു ഭാഗമാണ് ഈടാക്കിയതെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. നടപടിക്കെതിരെ ആദായ നികുതി അപ്പീൽ ട്രിബ്യൂണലിൽ കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരാൻ ട്രിബ്യൂണൽ നിർദ്ദേശം നൽകി. വയനാടിന്റെ ആശങ്ക. മനുഷ്യരെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാന വൈൽഡ് ലൈഫ് വാർഡൻ അധികാരമുണ്ടെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേലൂർ മഖനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ മകളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വയനാട്ടിലെ ജനങ്ങളുടെ ഭീതി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. നാളെ മാനന്തവാടി തലശ്ശേരി ബിഷപ്പുമാരുമായി ഭൂപേന്ദ്ര യാദവ് കൂടിക്കാഴ്ച നടത്തും. വിഷയം ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗവും കേന്ദ്രമന്ത്രി വിളിച്ചിട്ടുണ്ട്. അരുൺ പാഴക്കൽ വിവരങ്ങൾ നൽകും. വയനാട്ടിൽ നിന്ന് അരുൺ, കേന്ദ്രമന്ത്രി ഇന്ന് വൈകിട്ട് എത്തിയതിനു ശേഷം അവിടെ BJP നേതാക്കളുമായി ചർച്ച നടത്തി. പിന്നീട് ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകളിലും പരിക്കേറ്റവരുടെ വീടുകളിലുമൊക്കെ സന്ദർശനം നടത്തുന്നു എന്നായിരുന്നു ഒടുവിൽ അറിഞ്ഞത്. എന്തൊക്കെയാണ് മന്ത്രിയുടെ പരിപാടികൾ? നാളെ വിപുലമായ യോഗവും വിളിച്ചിട്ടുണ്ടല്ലേ? വിജയകുമാർ, വൈകിട്ട് 5:30 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട് കൽപ്പറ്റയിലെത്തിയത്. തുടർന്ന് BJPയുടെ പ്രാദേശിക നേതൃത്വവുമായി, അതായത് ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി. ഇവിടുത്തെ സ്ഥിതിഗതികൾ പഠിച്ചു. അതിനുശേഷം ഈ മരിച്ച വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് മന്ത്രി എത്തി. ആദ്യം എത്തിയത് വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് കുറുവ ദ്വീപിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന പാക്കത്തെ പോളിന്റെ വീട്ടിലേക്ക് മന്ത്രി എത്തി. തുടർന്നാണ് അജീഷിന്റെ പടമലയിലെ വീട്ടിലേക്ക്, വേലൂർ മകരയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമലയിലെ അജീഷിന്റെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ ഈ ബന്ധുക്കളുമായും അതുപോലെ തന്നെ നാട്ടുകാരുമായും മന്ത്രി സംസാരിച്ചു. അവരുടെ ആശങ്കകൾ കേട്ടു. പ്രധാനമായും ഈ ആന വന്യജീവികളുടെ ആക്രമണം വയനാട് ജില്ലയിൽ വർദ്ധിച്ചു വരികയാണ്. അതിന് എന്തെങ്കിലും പരിഹാരം വേണമെന്ന് അജീഷിന്റെ മകൾ ആവശ്യപ്പെട്ടു. മന്ത്രി പറഞ്ഞത് സംസ്ഥാനത്തെ വൈൽഡ് ലൈഫ് വാർഡന് ഇത്തരത്തിൽ മനുഷ്യർക്ക് ഉപദ്രവമാകുന്ന മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതിയുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. അത്തരത്തിലുള്ള അധികാരം പ്രയോഗിക്കുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടും, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശം നൽകുമെന്ന് മന്ത്രി ഈ കുടുംബത്തിന് ഉറപ്പു നൽകി. തുടർന്ന് ആളുകളിൽ നിന്ന് പരാതികൾ കേട്ടു. അവരുടെ ആശങ്കകളും ആദികളും മന്ത്രി മനസ്സിലാക്കി. ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും കേന്ദ്രമന്ത്രി ഈ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഇതിനെ തുടർന്നാണ് മന്ത്രി മടങ്ങിയത്. ഇനി നാളെ മാനന്തവാടി ബിഷപ്പുമായും തലശ്ശേരി ബിഷപ്പുമായും മന്ത്രി കൂടിക്കാഴ്ച നടത്തും. സഭയുടെ ആശങ്കകൾ മന്ത്രി കേൾക്കും. അക്കാര്യം പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ വനം ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. കളക്ടർ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുക്കും. മാത്രമല്ല, ഈ കർണാടകത്തിൽ നിന്ന് വയനാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇങ്ങനെ
കൂട്ടത്തോടെ എത്തുന്നത് തടയാൻ കർണാടകത്തിലെയും ഈ കേരളത്തിലെയും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം മന്ത്രി നേരിട്ട് വിളിച്ചു ചേർക്കും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്നും ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മന്ത്രി 12:45 വാർത്താ സമ്മേളനവും നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ പഠനം മന്ത്രി നടത്തുന്നുണ്ട്, കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി നേരിട്ട് വയനാട്ടിലേക്ക് എത്തിയതെന്നും കുടുംബങ്ങളെ അറിയിച്ചിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന നേതാക്കളായ PK കൃഷ്ണദാസും രഞ്ജിത്തും ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ കുടുംബങ്ങളുടെ, അതായത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ മന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഉച്ചയ്ക്ക് കേന്ദ്രമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചന. മാനന്തവാടി, തലശ്ശേരി ബിഷപ്പുമാരുമായി ഭൂപേന്ദ്ര യാദവ് കൂടിക്കാഴ്ച നടത്തും. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. നാളെയും സന്ദർശനം തുടരും. അതേസമയം വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച് കടുവയുടെ സാന്നിധ്യം. കുറിച്ചിപ്പറ്റ കിളിയാൻകട്ടയിൽ പശുക്കളെ ആക്രമിച്ചു. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെ കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ മയക്കുവെടി വയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റ കിളിയാൻകട്ടയിൽ ശശീന്ദ്രന്റെ 2 പശുക്കളെയാണ് കടുവ ആക്രമിച്ചത്. ഒരു പശു ചത്തു. ഒരു പശുവിന്റെ കഴുത്തിൽ ഗുരുതരമായ മുറിവുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെ വീടിന് സമീപത്ത് മേയാൻ വിട്ടപ്പോഴാണ് പശുക്കളെ കടുവ ആക്രമിച്ചത്. കടുവേൻ്റെ ആക്രമണം മുമ്പ് ഉണ്ട് കേട്ടോ. 2-3 കൊല്ലമൊക്കെ മുന്നേ ഇവിടെ ഇങ്ങനെ പശുവിനെയൊക്കെ കൊന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശല്യം ആന, പിന്നെ ഈ കടുവ എല്ലാം ഉണ്ട്. കുരങ്ങ്, മയിൽ, മാൻ എന്ന് പറഞ്ഞ പോലെ കൃഷിക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാൽപ്പാടുകൾ പരിശോധിച്ച വനം വകുപ്പ് പശുവിനെ കൊന്നത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി മോഴയാന ബേലൂർ മഖന വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ മയക്കുവെടിവെക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വനത്തിൽ കയറി വെടിവെക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ദൗത്യത്തിന് കർണാടക, കേരള വനംവകുപ്പുകൾ സംയുക്തമായി പദ്ധതി തയ്യാറാക്കണം. വയനാട്ടിലെ ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവയുടെ രൂപരേഖകൾ ഹാജരാക്കാനും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് P ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബേലൂർ മഖന നിലവിൽ കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിലാണ് ഉള്ളത്. ആനയെ നിരീക്ഷിക്കാൻ പോയ കേരളത്തിന്റെ ദൗത്യസംഘത്തെ കർണാടക വനം വകുപ്പ് തടഞ്ഞു. ആന വീണ്ടും ജനവാസ മേഖലയിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 വയനാട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. നേമത്തെ ക്രൂരത. നേമത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചുവെന്നും വ്യാജ അക്യുപഞ്ചർ ചികിത്സ നൽകിയെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിരുന്നു. കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ്. നേമം പഴയ കാരക്കാമണ്ഡപത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞും മരിക്കാനിടയാതെ ഭർത്താവ് നയാസ് ചികിത്സ നിഷേധിച്ചതിനാലെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മരണത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത നയാസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഓപ്പറേഷൻ ചെയ്യുന്ന കൃഷിക്കാരന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിപാടിയില്ല. അതുപോലെ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ തീരുമാനിക്കാനായിട്ട് പറഞ്ഞു. കൊണ്ടുപോയി ഞാൻ തീരുമാനിക്കാനായിട്ട് പറഞ്ഞു. നാട്ടിലോട്ടൊക്കെ നയാസിന്റെ നിർബന്ധപ്രകാരമാണ് ഷമീറ പ്രസവ ശുശ്രൂഷയ്ക്ക് ആശുപത്രിയിൽ പോകാതിരുന്നതെന്ന് അയൽവാസികളും ആശാവർക്കർമാരും പോലീസിൽ മൊഴി നൽകിയിരുന്നു. നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഈ ആശാവർക്കർ താഴെ ഈ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് ഒയിര കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവ കയറിപ്പോയപ്പോഴാണ് അറിയുന്നത് 3 മാസം ഗർഭിണിയാണെന്ന്. സംഭവം ആരോഗ്യവകുപ്പ് പോലീസിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടും നടപടി സ്വീകരിക്കുന്നതിൽ നേമം പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതായും ആരോപണമുണ്ട്. ഈ പോലീസിനോട് ആശാവർക്കർ ഹെൽത്തിലെ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്ത് പോലീസിനെ അറിയിച്ചു. അപ്പോൾ പോലീസ് ഓരോ ദിവസം രാത്രി ഇവിടെ വന്ന് രാത്രി ആയതുകൊണ്ട് അവർക്ക് വീട്ടിൻ്റെ മേളിൽ കയറാൻ പറ്റില്ല. ഇവർ ഫോൺ ചെയ്തപ്പോൾ ആ സ്ത്രീ പറഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അങ്ങ് പോയി. അക്യുപഞ്ചർ ചികിത്സ അറിയാവുന്ന നയാസിന്റെ ആദ്യ ഭാര്യയിലെ മകളെയും ഷമീറയ്ക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയ ഭീമാപ്പള്ളിയിൽ ക്ലിനിക് നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശി ഷിഹാബിനെയും പോലീസ് ചോദ്യം ചെയ്യും. ഷമീറ ബീവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 തിരുവനന്തപുരം.
തിരുവനന്തപുരം പേട്ടയിൽ 19 മണിക്കൂറോളം കാണാമറയത്തായിരുന്ന 2 വയസ്സുകാരി മേരി ആശുപത്രി വിട്ടു. ശിശുക്ഷേമ സമിതിയുടെ കേന്ദ്രത്തിലേക്കാണ് കുട്ടിയെ മാറ്റിയത്. കുഞ്ഞിനോട് വിവരങ്ങൾ തേടുകയും ചെയ്തു. കാണാതായ കുട്ടി പൊന്തക്കാട്ടിലെത്തിയത് എങ്ങനെയെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ആരോഗ്യനില തൃപ്തികരമെന്ന് കണ്ടാണ് 2 വയസ്സുകാരി മേരിയെ ഡിസ്ചാർജ് ചെയ്തത്. കേസ് നടക്കുന്നതിനാൽ ശിശുക്ഷേമ സമിതിക്കാണ് സംരക്ഷണ ചുമതല. ആശുപത്രിയിൽ നിന്ന് വനിതാ ശിശു വികസന കേന്ദ്രത്തിലെത്തിച്ച കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ തേടി. കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തെ മാതാപിതാക്കൾ എതിർത്തെങ്കിലും ഇത് വകവയ്ക്കാതെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി. ഞങ്ങൾ കുട്ടിയെ സേഫസ്റ്റ് പ്ലേസിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ കുട്ടിയുടെ ബ്രദേഴ്സ് 3 പേരും അവിടെയുണ്ട്. അപ്പോൾ ഈ 4 പേർക്കുമായിട്ട് അവരവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ബ്രദേഴ്സ് കഴിയുന്നത്. അമ്മയെയും കുഞ്ഞിനെയും ഒന്നിച്ചു നിർത്തണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. കുട്ടിയുടെ സഹോദരങ്ങൾ നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണുള്ളത്. അതേസമയം മേരിയെ കണ്ടെത്തിയെങ്കിലും സംഭവത്തിലെ ദുരൂഹത തുടരുകയാണ്. കുട്ടി കൊച്ചുവേളിയിലെ പൊന്തക്കാട്ടിലെത്തിയതിന്റെ കാരണം പോലീസിനും അറിയില്ല. ബന്ധുക്കളിൽ 3 പേരെ രാവിലെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന് പിന്നാലെ കുടുംബാംഗങ്ങൾ SITക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. 24 തിരുവനന്തപുരം. പ്രതികൾ കീഴടങ്ങി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 2 പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. കേസിലെ 10, 12 പ്രതികളായ KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിൽ ഹാജരായത്. വൃക്കരോഗിയായ ജ്യോതി ബാബു ആംബുലൻസിലാണ് കോടതിയിലെത്തിയത്. KK കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും വിചാരണ കോടതി വെറുതെ വിട്ട നടപടി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 26-ന് ഹൈക്കോടതിയിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അതിനു മുമ്പ് മാറാട് പ്രത്യേക കോടതിയിൽ ഇരുവരും കീഴടങ്ങുകയായിരുന്നു. CPIM-ന്റെ മുതിർന്ന നേതാക്കൾക്കൊപ്പമാണ് ഇരുവരും കോടതിയിലെത്തിയത്. ആംബുലൻസിലെത്തിയ വൃക്കരോഗിയായ ജ്യോതി ബാബുവിനെ സ്ട്രെച്ചറിൽ കിടത്തിയാണ് കോടതി മുറിയിലെത്തിച്ചത്. ഇരുവരും ദീർഘനാളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. ദീർഘകാലമായ ട്രീറ്റ്മെന്റ് ബൈപ്പാസ് കഴിഞ്ഞ് കുറച്ചായി, അത് കണ്ടിന്യൂസ് ആയി ട്രീറ്റ്മെന്റ്. ഇപ്പം KK കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഓർമ്മക്കുറവാണ്, ഒരാളെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ജ്യോതി ബാബുവിനെ സംബന്ധിച്ച് ടോട്ടലി ബെഡ് റിഡൺ ആണ്, കിഡ്നി ഫെയിലിയറാണ്, ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതും വലിയ നിലയിൽ മെഡിക്കൽ അറ്റൻഷൻ വേണ്ട നിലയിലാണ് അദ്ദേഹം ശാരീരിക അവസ്ഥയുള്ളത്. മെഡിക്കൽ പരിശോധന നടത്തണമെന്ന കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയാണ് ജില്ലാ ജയിലിൽ എത്തിച്ചത്. ജയിലിൽ തുടർ ചികിത്സയ്ക്ക് സാഹചര്യമില്ലെങ്കിൽ പ്രതികളെ ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യം ജയിൽ സൂപ്രണ്ടിന് തീരുമാനിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് ജ്യോതി ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 24 കോഴിക്കോട്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്തതിനാൽ ബദൽ നിർദ്ദേശവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളുകളുടെ ദൈനംദിന ചെലവിനുള്ള ഫണ്ടിൽ നിന്ന് പരീക്ഷാ ചെലവിനുള്ള തുക കണ്ടെത്താനാണ് ഉത്തരവ്. ഫണ്ട് ലഭിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി എല്ലാ മേഖലകളെയും ബാധിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിനുള്ള ചെലവിനായി പണം തികയാതെ വന്നപ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് ബദൽ മാർഗം തേടിയത്. ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ ക്ലാസുകളിലേക്കുള്ള പരീക്ഷകൾ നടത്താൻ സ്കൂളുകളുടെ നിത്യച്ചെലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാനാണ് നിർദ്ദേശം. ഇതിന് അനുമതി തേടി പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിനെ സമീപിച്ചിരുന്നു. ഈ കത്തിനുള്ള അനുമതിയായാണ് പുതിയ ഉത്തരവ്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചെലവാകുന്ന പണം തിരികെ PD അക്കൗണ്ടിൽ തന്നെ നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു. 2023-23 വർഷം പരീക്ഷ നടത്തിപ്പിനായി ആകെ 44 കോടി രൂപയാണ് ചെലവായത്. ഈ കുടിശ്ശിക നിലനിൽക്കെയാണ് പുതിയ ഇടപെടൽ. 24 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മെമ്മറി കാർഡ് ചോർന്നതിലെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് നൽകാൻ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് കോടതി നിർദ്ദേശം നൽകി. റിപ്പോർട്ട് ലഭിക്കാത്തത് ചോദ്യം ചെയ്ത് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനെ കേസിലെ 8ാം പ്രതി ദിലീപ് എതിർത്തിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകരുതെന്നും തനിക്ക് പകർപ്പ് നൽകണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല.
കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗവർണർക്ക് VC-യുടെ റിപ്പോർട്ട്. മന്ത്രി സ്വന്തം നിലയ്ക്ക് അധ്യക്ഷനായത് ചട്ടലംഘനമാണെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം. സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനികളുടെ പേരും കൈമാറിയിട്ടുണ്ട്. VC-യെ തള്ളി മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇന്നും രംഗത്തെത്തി. താൻ വിളിച്ച യോഗത്തിൽ മന്ത്രി സ്വന്തം നിലയ്ക്ക് അധ്യക്ഷയാകുകയായിരുന്നുവെന്നാണ് VC ചാൻസലർക്ക് നൽകിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നത്. ചട്ടലംഘനമാണെന്ന് പറഞ്ഞെങ്കിലും മന്ത്രി അധ്യക്ഷയായി. സെനറ്റ് പാസാക്കിയെന്ന് പറയുന്ന പ്രമേയം അജണ്ടയിലില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യോഗത്തിൽ UDF അംഗങ്ങളും ഗവർണർ നോമിനിയും ഉയർത്തിയ പേരുകൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ചാൻസലർക്ക് കൈമാറി. അതേസമയം ചാൻസലർ പറയുന്നത് മാത്രം നടത്താൻ VC ശ്രമിക്കുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു. ഔപചാരികമായിട്ടുള്ള ക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പങ്കെടുക്കണേ. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുക പ്രോട്ടോകോളില്ലേ അതിന്. പ്രോ ചാൻസലർ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ VC അധ്യക്ഷത വഹിച്ചിട്ട് പ്രോ ചാൻസലർ അവിടെ അപ്പുറത്തിരിക്കാൻ പറ്റൂ? സെനറ്റ് യോഗ തീരുമാനങ്ങൾ റദ്ദാക്കിയാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. ഇന്ത്യ മുന്നണിയുമായുള്ള സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം നടത്താതെ മക്കൾ നീതി മയ്യം അധ്യക്ഷൻ കമൽഹാസൻ ഇന്ന് ചെന്നൈയിൽ നടത്തിയ 7ാം വാർഷികാഘോഷത്തിൽ സഖ്യപ്രഖ്യാപനം ഉണ്ടാകുമെന്നായിരുന്നു സൂചന. എന്നാൽ ശുഭവാർത്ത വേഗത്തിലുണ്ടാകുമെന്ന് മാത്രമായിരുന്നു കമലിന്റെ പ്രതികരണം. വാർഷികാഘോഷത്തിൽ സഖ്യപ്രഖ്യാപനമുണ്ടാകുമെന്നായിരുന്നു കമൽഹാസൻ നേരത്തെ നൽകിയ സൂചന. എന്നാൽ പ്രഖ്യാപനമുണ്ടായില്ല. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കമൽഹാസൻ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനമെന്നും പറഞ്ഞു. നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കളിക്കാൻ മക്കൾ നീതി മയ്യം ഇല്ലെന്നും കമൽഹാസൻ. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകുന്നത് പോലും രാഷ്ട്രീയം നോക്കിയെന്നും കമൽഹാസൻ വിമർശിച്ചു. കർഷക സമരത്തെ പിന്തുണച്ച കമൽഹാസൻ യുദ്ധത്തോട് സമാനമായ നീക്കങ്ങളാണ് കർഷകർക്കെതിരെ ഡൽഹിയിൽ നടക്കുന്നതെന്നും പറഞ്ഞു. തമിഴ്നാട് സർക്കാരിന്റെ കർഷകക്ഷേമ പ്രവർത്തനങ്ങളുടെ 10% പോലും കേന്ദ്രം നടത്തുന്നില്ലെന്നും കമൽഹാസൻ വിമർശിച്ചു. 24 ചെന്നൈ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി തുടരുന്ന സമരം കടുപ്പിച്ച് CPO റാങ്ക് ഹോൾഡേഴ്സ് തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക വിലാപയാത്ര നടത്തിയുമായിരുന്നു ഇന്നത്തെ സമരം. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 54 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ 10 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടർന്ന സമരമാണ് ഇന്ന് മറ്റൊരു തലത്തിലേക്ക് കടന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. ഒപ്പം പ്രതീകാത്മക ശവമഞ്ചയാത്രയും. ദിവസങ്ങളായി സമരം തുറന്നിട്ടും ഒരു തവണ പോലും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചില്ലെന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതി. ഹിറ്റ്ലറിനെ പോലെയാണ് ഇവിടുത്തെ PSCയും ഇവിടുത്തെ ഗവൺമെന്റും നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ ഫാൻസി ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻസി ഡ്രസ്സിന് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരല്ല. നമ്മളിവിടെ പല പല ഫാൻസി ഡ്രസ്സ് ഈ 10 ദിവസത്തിനകത്ത് ഇപ്പം നടക്കുന്നുണ്ട്. ഉരുളുന്നുണ്ട്, ഇഴയുന്നുണ്ട്, മുട്ടിലിഴയുന്നുണ്ട്, തലകുത്തി നിൽക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് എന്താണ് സർക്കാരും PSC കണ്ണു തുറക്കാത്തത്? PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി 54 ദിവസം മാത്രം ബാക്കി. റാങ്ക് ലിസ്റ്റിൽ പലരുടെയും പ്രായപരിധി കഴിഞ്ഞു. നമ്മൾ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ 5 വർഷം കൊണ്ട് കാത്തിരിക്കുന്ന ലിസ്റ്റാണ്. 2019 തുടങ്ങിയ പ്രയത്നമാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത്. 19 പഠിച്ചു തുടങ്ങി, 20 കോവിഡ് വന്നു, അങ്ങനെ 21 പ്രിലിംസ് തുടങ്ങി, 22 മെയിൻസ്, അത് ഫിസിക്കൽ, അങ്ങനെ റിസൾട്ട് വന്നു. വീണ്ടും 1 വർഷം റിസൾട്ടിന് കാത്തിരുന്നു. ഇപ്പോൾ ലിസ്റ്റ് തീരെ ഇനി 1 മാസമേ ഉള്ളൂ. ആവശ്യത്തിൽ തീരുമാനമാകും വരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.